രണ്ടുപേർക്കും അങ്ങനെ തലതൊട്ടപ്പന്മാർ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ചുമ്മാ കളിയാക്കി പറഞ്ഞ നെപ്പോ കിഡ്സ് എന്നൊക്കെ അങ്ങനത്തെ ഒന്നുമില്ല. ഇത്രയും വർഷങ്ങൾ നല്ല നല്ല സിനിമകൾ, വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ. എന്ത് തോന്നുന്നു റോഷൻ? ഭയങ്കര ഫോർച്ചുനേറ്റ് ആണ് ഞാൻ ഇപ്പോൾ ഈ സമയത്തിനുള്ളിൽ ഈ പറഞ്ഞ സിനിമകളും വർക്ക് ചെയ്ത ആൾക്കാർ, എസ്പെഷ്യലി ഈ ആൾക്കാരുടെ കൂടെയൊക്കെ ഇപ്പോൾ രാജുവേട്ടൻ്റെ കൂടെ ഇത് രണ്ടാമത്തെ പ്രോജക്റ്റ് ഇത് കഴിഞ്ഞ ഒരെണ്ണം കൂടെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ആൾക്കാരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ അങ്ങനെ ആരെങ്കിലും ഫസ്റ്റ് കൊല്ലത്തിൽ വന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ വിശ്വസിക്കില്ലായിരുന്നു. അപ്പോൾ അത് സംഭവിച്ചത് ഭയങ്കര ഭാഗ്യമായിട്ട് തന്നെ തോന്നുന്നുണ്ട്. അതങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. ദർശനിക്കാം. എനിക്കും അതെ, ഇത് ഞാൻ തന്നെയാണ് ചെയ്യണതെന്ന് അങ്ങനെ തോന്നിയിട്ടില്ല. ഓൾദോ അതെ, ആരും ഇപ്പോൾ ചോദിക്കാൻ ഇങ്ങനത്തെ സംശയങ്ങൾ ചോദിക്കാനോ ഇത് ചെയ്യണോ വേണ്ടതെന്ന് ചോദിക്കാനൊന്നും ആരും ഇല്ലെങ്കിലും ഇത് ചെയ്തു തുടങ്ങിയ പിന്നെ ഞങ്ങളൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, ഞങ്ങളുടെ തന്നെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഇതൊരു ബുദ്ധിമുട്ടുള്ളൊരു ഫീൽഡാണ്. അത് നമ്മളെല്ലാവരും കൂടെ നാവിഗേറ്റ് ചെയ്യുന്നു. എല്ലാവർക്കും നിങ്ങൾക്ക് ഇതറിയാം, ഇത് പറഞ്ഞു തരാം, അങ്ങനത്തെ ഒരു സ്പേസിലാണ് ഇപ്പോൾ. അപ്പോൾ ആരും പറഞ്ഞു തരാനില്ല, ഗൈഡ് ചെയ്യാനില്ല എന്നുള്ളത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഇപ്പോൾ ഈ വർക്ക് ചെയ്തിരിക്കുന്ന എൻ്റെ ഒരു ഫിലിം മേക്കേഴ്സ് ആയാലും ശരി, കോ ആക്ടേഴ്സ് ആയാലും ശരി, ദേ ആർ ഓൾ എനിക്ക് അത്രയും ആക്സസിബിൾ ആണ്. എനിക്കിപ്പോൾ ഇന്ന് ഒരു എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ഇവരെയൊക്കെ വിളിക്കാൻ പറ്റും. അപ്പോൾ ഐ ഫീൽ ലൈക്ക് ഇപ്പോൾ അങ്ങനെ ഐ നെവർ ഫീൽ അലോൺ. അത് തന്നെ ഒരു വലിയ കാര്യമാണ് അല്ലേ? കാരണം നമ്മൾ ഒറ്റയ്ക്കല്ല, അല്ലെങ്കിൽ ഒറ്റപ്പെടുന്നില്ല എന്ന് തോന്നുന്നത് തന്നെ വലിയ കാര്യമാണ്. ദർശനയും അങ്ങനെ തന്നെയായിരുന്നു. കാരണം തികച്ചും മറ്റൊരു പ്രൊഫഷണൽ ജോലി വേണ്ടാന്ന് വെച്ചാണ് അഭിനയത്തിലേക്ക് വരുന്നത്. അപ്പം ഇനി അഭിനയമാണ്, അല്ലെങ്കിൽ ആത്യന്തികമായ ഒരു ലക്ഷ്യം അഭിനയം, അങ്ങനെ വിചാരിച്ചിട്ട്? ഇല്ല, ഞാൻ ക്വിറ്റ് ചെയ്യുമ്പോഴും ഒരു ബ്രേക്ക് എടുക്കാം, എനിക്കിത് നല്ല ഇഷ്ടമാണ്, അപ്പോൾ കുറച്ച് കാലം ഇത് മാത്രം ചെയ്യാം, കാശ് തീരാറാവുമ്പോൾ തിരിച്ച് ജോലിയിലേക്ക് കയറാം എന്നുള്ളൊരു ഐഡിയയിലാണ് ക്വിറ്റ് ചെയ്തത്. പിന്നെ ആ കാശ് ഒരു എന്താ പറയുക, ഒരു കോപ്പസ് വെച്ചിരുന്ന എമൗണ്ടിലേക്ക് കാശ് കുറച്ച് ഇങ്ങനെ കൂട്ടി കുറേയും കൂടി കാലം ചെയ്യാൻ നോക്കാം എന്നുള്ളൊരു സെർച്ചിലാണ് ബാക്കിയെല്ലാം വരുന്നത്. സിനിമയായാലും സ്റ്റോറി ടെല്ലിംഗ് ആയാലും വോയിസ് ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്ത് ഇതൊക്കെ ആ ഫണ്ടൊന്ന് കുറച്ച് ഇതാക്കിയാൽ പിന്നെ തിരിച്ച് ജോലിക്ക് പോകണ്ട എന്നുള്ളത്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് സിനിമ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ആക്ടിങ് ലക്ഷ്യമായിട്ടൊന്നുമല്ല, പക്ഷെ ചെയ്തു തുടങ്ങിയിട്ട് എനിക്ക് ഏറ്റവും സന്തോഷം കിട്ടുന്ന കാര്യം ഇതാണ്. അത് എത്ര കാലം ചെയ്യാൻ പറ്റും, ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും എന്നുള്ളൊരു ഇതിലാണ് ഇപ്പോഴും. രണ്ടുപേരും തുടങ്ങിയത് തിയേറ്ററിലാണ്, ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നതിൻ്റെ ഒപ്പം സിനിമകൾ വരുന്നതും തിയേറ്ററാണ്. ഈ രണ്ട് തിയേറ്റർ തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ്? സിമിലാരിറ്റി രണ്ടിലും ഓഡിയൻസ് വേണമെന്നുള്ളതാണ്. വ്യത്യാസം കുറേ ഉണ്ട്. ഇപ്പം നമ്മൾ നാടകം ചെയ്യുന്ന സമയത്ത് നമുക്ക് പരീക്ഷണങ്ങൾക്ക് അൺലിമിറ്റഡ് സമയമുണ്ടല്ലോ യൂഷ്വലി. അത് ആ ഒരു ലക്ഷറി എപ്പോഴും നാടകത്തിലുണ്ടാവും. സിനിമയിൽ നമുക്ക് ഒരു ദിവസം പ്ലാൻ ചെയ്ത സാധനങ്ങൾ ചെയ്ത് തീർക്കണം, അല്ലെങ്കിൽ അത് ഭയങ്കര ടെൻഷനായിരിക്കും. അപ്പം നമുക്ക് ആ ഒരു റെസ്പോൺസിബിലിറ്റി എപ്പോഴും ഫീൽ ചെയ്യും ആസ് ആക്ടേഴ്സ് എസ്പെഷ്യലി. നാടകത്തിലൊക്കെ ആണെങ്കിൽ എന്ത് ഐഡിയ വന്നാലും നമുക്കൊന്ന് കുറച്ച് ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ, പിന്നെ ആ വഴി കുറച്ച് ദൂരം പോയി നോക്കിയിട്ട് ഇത് ഡെഡ് എൻഡ് ആണെന്ന് മനസ്സിലായാൽ നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ സമയത്തിൻ്റെ ലക്ഷറിയാണ് എനിക്ക് തോന്നുന്നത്, എനിക്ക് എപ്പോഴും ഭയങ്കരമായിട്ട് തോന്നിയിട്ടുള്ളത്. അതുപോലും ബ്രേക്ക് ചെയ്യുന്ന സിനിമകളുണ്ട് കേട്ടോ. അത്രയും ലക്ഷറിയസ്ലി സമയം ഉപയോഗിക്കുന്ന സിനിമകളൊക്കെ ഉണ്ട്, ഇല്ല എന്നല്ല. ഞാൻ ചെയ്തിട്ടുള്ള സിനിമകളുടെ ഒരു വ്യത്യാസമായിരിക്കും. ദർശന പറയൂ. എനിക്കും ഇതേപോലെ സിനിമ, നാടകം ആ ടെക്നിക്കാലിറ്റീസ് ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നാടകം ചെയ്തുകൊണ്ടിരുന്നിട്ട് ഞാൻ സിനിമ ചെയ്തു തുടങ്ങിയപ്പോൾ എനിക്ക് പേടിയായി. ഈ കണ്ടിന്യൂറ്റി, ഈ ആംഗിൾ, ക്യാമറ, അങ്ങനത്തെ എന്താ പറയുക, വെരി ടെക്നിക്കൽ തിങ്സ് ഡിഫറെൻ്റ് ആണെങ്കിലും ഞാൻ ചെയ്യുന്ന പരിപാടി ഒരേതാണല്ലോ എന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ്, ഈ ടെക്നിക്കൽ സാധനങ്ങൾ കുറച്ച് ഇൻറ്റിമിഡേറ്റിംഗ് അല്ലാതെ ആയ ഒരു സമയത്താണ് ഈ കോർ ഓഫ് ഇറ്റ് ഇമോഷൻസ് ആണല്ലോ, അത് ട്വീക്ക് ചെയ്താൽ സെയിം ചെയ്യുന്ന വർക്ക് ഒരേതല്ലേ എന്നുള്ളതിലേക്ക് വന്നപ്പോഴാണ് എനിക്ക് രണ്ടും അത്രയും തന്നെ എൻജോയ് ചെയ്ത് തുടങ്ങി. ആദ്യം ഞാൻ വിചാരിച്ചിരുന്നതൊക്കെ നാടകമാണ്, ഞാൻ അവിടെയാണല്ലോ, അതാണ് എൻ്റെ ഇതൊക്കെ വേറെ. ഇപ്പോൾ ഐ നോ ദാറ്റ് ബാക്കി എല്ലാ മീഡിയവും അതേ ആക്ടിങ് ആണ് എനിക്ക് താല്പര്യം. അപ്പോൾ ഇതെല്ലാം എനിക്കിഷ്ടമാണ്, ഇതെല്ലാം വേറെ വേറെ രീതിയിൽ എൻജോയ് ചെയ്യുന്ന ഒരു സാധനമാണ്.